ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ONGC ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ONGC ഫൗണ്ടേഷൻ വിദ്യാർത്ഥികൾക്കായി, കോളേജ് വിദ്യാർത്ഥികൾക്കായി എല്ലാ വർഷവും കൊടുത്തു വരുന്ന ഒരു സ്കോളർഷിപ്പാണിത്. ഈ വർഷം സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാനായിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓയിൽ, നാച്ചുറൽ ആൻഡ് ഗ്യാസ് കോർപ്പറേഷൻ ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പാണിത്. എല്ലാ വർഷവും കുട്ടികൾക്കായിട്ട് ഇത് കൊടുത്തു വരുന്നതാണ്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് ആർക്കൊക്കെയാണ് കിട്ടുന്നത്, ഇതിനു വേണ്ട യോഗ്യത എന്താണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെല്ലാം ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് എങ്കിൽ വീഡിയോ മുഴുവനായി കാണേണ്ടതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് വിവരങ്ങളും ലോ കണ്ടന്റുകളും ലീഗൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഒക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ONGC ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന്റെ ഡെവലപ്മെന്റിനും എംപവർമെന്റിനും വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും കുട്ടികൾക്കായിട്ട് ഈ ഒരു സ്കോളർഷിപ്പ് കോളേജ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്തു വരുന്നത്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഫൗണ്ടേഷന്റെ ഈ സ്കോളർഷിപ്പിനായി അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവസാന തീയതി വരുന്നത് ഒക്ടോബർ 10 ആണ്. ഒക്ടോബർ 10 വരെ അപേക്ഷ സമർപ്പിക്കാനായി സാധിക്കും. ഇനി ഇത് ആർക്കൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഏത് കാറ്റഗറിയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്കോളർഷിപ്പാണിത്. ജനറൽ, OBC, EWS, SC, ST വിഭാഗത്തിലുള്ള ഏത് സ്റ്റുഡൻസിനും നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിനായി അപ്ലൈ ചെയ്യാനായി സാധിക്കും. ഈ സ്കോളർഷിപ്പ് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. MBBS സ്റ്റുഡൻസിന്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്, അതോടൊപ്പം തന്നെ PG ചെയ്യുന്ന, MBA ചെയ്യുന്ന സ്റ്റുഡൻസിന്, ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സിലും PG ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ഈ സ്കോളർഷിപ്പിനായി അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നത്. വിഭാഗം ഏത് കാറ്റഗറിയിൽ വരുന്നവരാണ് എങ്കിലും നിങ്ങൾക്ക് ഇതിനായി അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. അതാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ പ്രത്യേകത. നമുക്ക് ജനറൽ വിഭാഗത്തിലാണെങ്കിലും EWS ആണ്, OBC ആണ്, SC, ST ആണ്, ഏത് കാറ്റഗറിയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിനായി അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കോഴ്സുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ MBBS, എഞ്ചിനീയറിംഗ്, അതല്ല PG കോഴ്സസിലേക്ക് വരുമ്പോൾ MBA, ജിയോ ഫിസിക്സ്, ജിയോളജി കോഴ്സസിലേക്ക് PG ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിനായി അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പം അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിരിക്കാം. അപ്പം ഈ ഒരു വെബ്സൈറ്റ് വഴിയായി, ഈ കണ്ടിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴിയായിട്ടാണ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റ് വഴിയായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ ONGC സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു പോർട്ടലിലേക്കായിരിക്കും പോകുന്നത്. ഡയറക്റ്റ് ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് തന്നെയായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. കറക്റ്റ് ഞാനത് പിൻ ചെയ്തും കൊടുത്തേക്കാം. അപ്പോൾ ഇതുവഴിയായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നോക്കാം. നമ്മൾ ഈ സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഹോം പേജിലേക്കായിരിക്കും പോകുന്നത്. ഈ ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു സ്കോളർഷിപ്പിന്റെ നോട്ടിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലവർ പറയുന്നുണ്ട് 9.60 ക്രോസ് റുപ്പീസോളം, കോടി രൂപയോളം ഈ ഒരു സ്കോളർഷിപ്പിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ONGC ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പാണിത്. 50% ഈ സ്കോളർഷിപ്പ് റിസർവ് ചെയ്തിരിക്കുന്നത് പെൺകുട്ടികൾക്കാണ്, ഗേൾസിനാണിത് റിസർവ് ചെയ്തിട്ടുള്ളത്. എത്രയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് എന്നും പറയുന്നുണ്ട്. 48,000 രൂപയാണ് പ്രതിവർഷം. ആനുവലി വർഷം തോറും നിങ്ങൾക്ക് 48,000 രൂപയാണ് ഈ സ്കോളർഷിപ്പ് തുകയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഈ ഒരു സ്കോളർഷിപ്പായിട്ട് എമൗണ്ട് ആയിട്ട് ONGC പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക്. ഓരോ വർഷവും 48,000 രൂപയാണ് ഈ സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 48,000 റുപ്പീസ് കിട്ടാനായിട്ട് നിങ്ങൾ ഓരോ വർഷവും ഈ സ്കോളർഷിപ്പിന് ഫസ്റ്റ് ഇയർ അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ വർഷവും പുതുക്കി കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സപ്ലി ഉണ്ടാവരുത്. സപ്ലി ഉണ്ടെങ്കിലും ഈ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് തുടർ വർഷങ്ങളിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് പുതുക്കി കൊടുക്കാൻ, റിന്യൂ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് റിന്യൂവലിന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. അതല്ല എങ്കിൽ നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോഴേക്കും ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തായി സ്റ്റാറ്റസ് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ റിന്യൂ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിവർഷം ഈ ഒരു 48,000 റുപ്പീസ് സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ സ്കോളർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ഫസ്റ്റ് ഇയർ 2024-25 വർഷം ഫസ്റ്റ് ഇയർ കയറിയ കുട്ടിയാണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഉള്ളവർക്കല്ല, ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്തവർക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിനായി ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വർഷം ആദ്യമായിട്ട് MBBS അല്ലെങ്കിൽ BTechന് അല്ലെങ്കിൽ ഈ പറഞ്ഞ PGക്ക്, MBA അല്ലെങ്കിൽ ജിയോ ഫിസിക്സിന് അല്ലെങ്കിൽ ജിയോളജിക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തവരാണെന്ന് പ്രൂഫ്, അതിനുള്ള ആ ഒരു തെളിവ് അവിടെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ കോളേജിൽ ഫൈനലായിട്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷം മാത്രം ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുക. ടെമ്പററി ആയിട്ട് നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാതെ പെർമനന്റ് ആയിട്ട് ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് പൂർത്തിയായതിനു ശേഷം മാത്രം നിങ്ങൾ ONGC സ്കോളർഷിപ്പിനായിട്ട് ഏതൊരു സ്കോളർഷിപ്പിനാണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ
അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയതിനു ശേഷം എടുക്കുക. കാരണം നിങ്ങൾക്ക് ആ കോളേജിൽ നിന്ന് ID കാർഡൊക്കെ കിട്ടും. ഇപ്പോൾ പെർമനന്റ് ID കാർഡ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു ID കാർഡ് ലൈബ്രറിയൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ID കാർഡ് കിട്ടും. അപ്പോൾ ആ ID കാർഡൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡ്മിഷൻ സ്ലിപ്പും ഒക്കെ വേണം. സോ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം ഏതൊരു സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ വെരിഫിക്കേഷൻ ടൈം കോളേജിലേക്ക് വരുന്ന സമയത്ത് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കോളേജിലെ സ്റ്റുഡൻ്റ് അല്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് അറ്റ് എ സെയിം ടൈം ഒന്നിൽ കൂടുതൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. സ്കോളർഷിപ്പ് കോളേജസിൽ നിന്നും ഒരു കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. കോളേജ് ഒരെണ്ണെ അപ്രൂവ് ചെയ്ത് തരുവുള്ളൂ എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടിയ സ്കോളർഷിപ്പ്, അതായത് തുക കൂടിയത് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കൂടുതലുള്ള സ്കോളർഷിപ്പ് ഏതാണോ അതിന് അപ്ലൈ ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എലിജിബിലിറ്റി ഒന്ന് പറയുന്നത് 2024-25 അക്കാദമിക് ഇയറിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരായിരിക്കണം. ഈ വർഷം ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്തിട്ടുള്ളവരായിരിക്കണം. ഈ പറഞ്ഞ കോഴ്സസിൽ എഞ്ചിനീയറിംഗ്, MBBS അതല്ല PG കോഴ്സസിലേക്ക് വരികയാണെങ്കിൽ മാനേജ്മെൻറ്റിൽ PG ചെയ്യുന്നവർ, അതായത് MBA ചെയ്യുന്നവർ, അതല്ല എങ്കിൽ ജിയോളജി ജിയോഫിസിക്സിൽ PG ചെയ്യുന്നവർ ഫസ്റ്റ് ഇയർ ഈ വർഷം അഡ്മിഷൻ എടുത്തവരായിരിക്കണം. അടുത്ത യോഗ്യത പറയുന്നത് മിനിമം 60% മാർക്ക് UG കോഴ്സസിലുള്ളവരാണ് എങ്കിൽ 12ാം ക്ലാസ്സിൽ മിനിമം 60% മാർക്ക് വേണം. അതായത് MBBSനോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ ഇപ്പോൾ പഠിക്കുന്നവർ ഫസ്റ്റ് ഇയർ പഠിക്കുന്നവരാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ മാർക്കാണ് നോക്കുന്നത്. +2ന് നിങ്ങൾക്ക് മിനിമം കുറഞ്ഞത് 60% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവരായിരിക്കണം. ഇനി അതല്ല നിങ്ങൾ PGക്കാണ് ഇപ്പോൾ പഠിക്കുന്നത്, അതായത് MBAക്കോ അല്ലെങ്കിൽ ജിയോളജി ജിയോഫിസിക്സിൽ PG ചെയ്യുന്നവരാണ് ഫസ്റ്റ് ഇയർ എങ്കിൽ നിങ്ങളുടെ UG സബ്ജക്റ്റ് ഏതാണോ നിങ്ങളുടെ ഡിഗ്രി സബ്ജക്റ്റ് ആ ഡിഗ്രിക്ക് നിങ്ങൾക്ക് 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഫുൾ ടൈം റെഗുലർ കോഴ്സസിലുള്ള സ്റ്റുഡൻസിന് മാത്രമാണ്. അതായത് ഡെയിലി ക്ലാസ്സസിൽ പോയി പഠിക്കുന്നവർക്ക് മാത്രമാണിത് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നത്. അതല്ലാതെ ഡിസ്റ്റൻറ്റോ ഓൺലൈനോ ആയിട്ടുള്ള രീതിയിൽ കോഴ്സസ് ചെയ്യുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. റെഗുലർ സ്റ്റുഡൻസ് ആണെന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. 30 വയസ്സിൽ കൂടാൻ പാടില്ല ഏജ് വരുന്നത് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഓഗസ്റ്റ് 1, 2024 30 വയസ്സായവർ, അതായത് അത്രയുമാണ് ആവാവുള്ളൂ. 30 വയസ്സിൽ കൂടിയിട്ടുള്ള ഏജ് ഉള്ളവർക്കാണ് എങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ ആനുവൽ ഇൻകം പറയുന്നുണ്ട്. ആനുവൽ ഇൻകം വാർഷിക വരുമാനം വരുന്നത് SC/ST ആപ്ലിക്കൻ്റ് ആണ്, SC/ST ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ അവർക്ക് 4.5 ലക്ഷം രൂപയിൽ കുറവായിരിക്കണം അവരുടെ വാർഷിക വരുമാനം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 4.5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ആനുവൽ ആയിട്ടുള്ള വാർഷിക വരുമാനം വരുന്നത്. ഇനി OBC, ജനറൽ, EWS കാറ്റഗറിയിൽ വരുന്നവരൊക്കെയാണ്. അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണ് എങ്കിൽ 2 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതായത് കുറഞ്ഞ വരുമാനവും നല്ല മാർക്കും ഉള്ളവർക്കാണ് മുൻഗണന വരുന്നത് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട്. അവസാന തീയതി ഒക്ടോബർ 10 വരുന്നത്. ഒക്ടോബർ 10 ആണെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒക്ടോബർ 10 കഴിഞ്ഞു പോയെങ്കിലും ഈ ഒരു സൈറ്റിൽ കയറി നോക്കുക. ONGCയുടെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ഡേറ്റ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ പോസ്റ്റർ കൊടുത്തിട്ടുള്ളതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രീൻ ബട്ടണിൽ OK എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു താഴെ കാണുന്ന OK ബട്ടണിൽ കൊടുക്കുക. OK ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ നിങ്ങൾക്കൊരു ടാബ് കാണാൻ സാധിക്കും. അപ്ലൈ സ്കോളർഷിപ്പ് എന്നും പറഞ്ഞ് ഗ്രീൻ ആയിട്ടുള്ള രീതിയിൽ കണ്ടോ. അപ്ലൈ സ്കോളർഷിപ്പ് ഓൾറെഡി രജിസ്റ്റേർഡ് എന്നൊക്കെ പറഞ്ഞുണ്ട്. അതിൽ ആ അപ്ലൈ സ്കോളർഷിപ്പ് എന്ന ഗ്രീൻ ബട്ടൺ മുകളിൽ കാണുന്ന ആ ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് സ്കോളർഷിപ്പിനായിട്ട്. അപ്ലൈ സ്കോളർഷിപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ കാറ്റഗറീസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. ONGC സ്കോളർഷിപ്പ് ജനറൽ കാറ്റഗറിക്കുള്ളത്, OBCക്കുള്ളത്, SC/STക്കുള്ളത്, അങ്ങനെ എല്ലാം ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ച് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് UG PG ലെവലിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓരോ കാറ്റഗറിക്കും ഓരോ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. യോഗ്യതയും അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സും എന്തൊക്കെയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയാനായി സാധിക്കും. ആദ്യം ഇപ്പോൾ നമുക്ക് ONGC സ്കോളർഷിപ്പ് ഫോർ ജനറൽ കാറ്റഗറി 2024 അത് ക്ലിക്ക് ചെയ്തിട്ട് ആ കാറ്റഗറിയിൽ വരുന്നവർക്ക് എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഡോക്യുമെൻറ്റ് സമർപ്പിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അത് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നുണ്ട് UG കോഴ്സ് ചെയ്യുന്ന ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് നിർദ്ദേശങ്ങളാണ് പാലിക്കേണ്ടതെന്ന്. അപ്പോൾ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 30 വയസ്സായിരിക്കണം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 30 വയസ്സാണ് ലിമിറ്റായിട്ട് പറയുന്നത്. മാക്സിമം 30 വയസ്സ്, അതിൽ കൂടിയാൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ജെൻഡർ, ഏത് ജെൻഡറിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും.
മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അതർ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലും ഏത് ജെൻഡറിൽ വന്നാലും നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഇനി കാറ്റഗറി, ഇത് നമ്മൾ ജനറൽ കാറ്റഗറിയുടെയാണ് ലിങ്ക് എടുത്തത്, അതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറി ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഇൻകം പറയുന്നുണ്ട്. ജനറൽ കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ ഇൻകം നമ്മൾ പറഞ്ഞ ലിമിറ്റ് 2 ലക്ഷം രൂപയാണ്. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അടുത്തത് പറയുന്നത് കോഴ്സാണ്. കോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെഗുലർ ആയിട്ടുള്ള ഫുൾ ടൈം സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ പാർട്ട് ടൈമോ ഓൺലൈനോ അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ കോഴ്സസ് ചെയ്യുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് പറയുന്നത് മാർക്കാണ്. മാർക്ക് എന്ന് പറയുന്നത് നമ്മളിത് UG കോഴ്സസിൻ്റെയാണ് എടുത്തത്. കാരണം MBBS എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യുന്ന UG ചെയ്യുന്നവർക്കുള്ള ലിങ്കാണ് നമ്മൾ എടുത്തത് ജനറൽ കാറ്റഗറിയിലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്ക് നോക്കുന്ന +2ൻ്റെ മാർക്കായിരിക്കും. അപ്പോൾ 12ൽ 60% മാർക്ക് ഉള്ളവരായിരിക്കണം. മിനിമം 60% മാർക്കോട് കൂടി +2 പാസ്സായിട്ടുള്ളവർക്കാണ് UG കോഴ്സസിലുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നിങ്ങൾ PG സബ്ജക്റ്റ് ചെയ്യുന്നവരാണ് എങ്കിൽ, അതായത് MBA അല്ലെങ്കിൽ ജിയോ ഫിസിക്സിലൊക്കെ PG ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സബ്ജക്റ്റ് ഏതായിരുന്നോ അതിൽ നിങ്ങൾക്ക് 60% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവരായിരിക്കണം. അപ്ലൈ ചെയ്യാൻ ആവശ്യമായ മാൻഡേറ്ററി ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള രേഖകൾ, ഡോക്യുമെൻ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ സാമ്പിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്നും പറഞ്ഞ് ഗ്രീൻ ആയിട്ടുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സാമ്പിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് കാണാം. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വെക്കേണ്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് അവർ അതിൻ്റെയൊക്കെ ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ. ഇനി ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് അത് നെയിം ചെയ്ത്, ഇപ്പോൾ ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് എങ്കിൽ അത് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് നെയിം ചെയ്യുക. അപ്പോൾ അങ്ങനെ നെയിം ചെയ്ത് അപ്ലോഡ് ചെയ്യണം, പേര് നൽകി തന്നെ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ PDF രൂപത്തിലോ അല്ലെങ്കിൽ ഇമേജ് രൂപത്തിലോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. PDF അല്ലെങ്കിൽ ഇമേജ് ആണെങ്കിൽ നിങ്ങൾ JPG അല്ലെങ്കിൽ PNG JPG ഫോമാറ്റിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോമാറ്റ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. 200 KB താഴെയായിരിക്കണം അതിൻ്റെ സൈസ് നിർബന്ധമായിട്ടും വേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത്. അത് നിങ്ങൾ നോക്കുക, 200 KB താഴെയാണോ സൈസ് എന്നുള്ളത്. ആ PDF ആണെങ്കിൽ അതിൻ്റെ സൈസ് 200 KB താഴെയായിരിക്കണം. അത് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇനി അതിൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻ്റ്, നിർബന്ധമായിട്ടുള്ള രേഖകൾ ഏതൊക്കെയാണെന്ന്. ഒന്ന് അഡ്മിഷൻ റെസിപ്റ്റ് ആണ്. അഡ്മിഷൻ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ അഡ്മിഷൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു റെസിപ്റ്റാണിത്. അതിൻ്റെ അകത്ത് അഡ്മിഷൻ നമ്പറും എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ടാകും. ഇനി അടുത്തത് ആപ്ലിക്കൻ്റ് ഫോട്ടോയാണ്, അതായത് അപേക്ഷിക്കുന്ന ആളുടെ ഫോട്ടോ, കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയാണ് വേണ്ടത്, ഇമേജ്. അടുത്ത് വേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ ഏത് കാസ്റ്റിലുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. പിന്നീട് വേണ്ടത് ആനുവൽ ഇൻകം ആണ്. അപ്പോൾ ആനുവൽ ഇൻകം തെളിയിക്കാനായിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ട രേഖയാണ്. അതോടൊപ്പം തന്നെ പ്രൂഫ് ഓഫ് ഏജ്, നിങ്ങളുടെ പ്രായം തെളിയിക്കാൻ, അതായത് 30 വയസ്സ് കൂടിയിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ടുള്ള രേഖ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ SSLCയോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ഏതിലാണോ നിങ്ങളുടെ പ്രായം കൃത്യമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ +2ൻ്റെ മാർക്ക് ഷീറ്റ്. ഇതിപ്പോൾ നമ്മൾ UGയുടെ ലിങ്കാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ +2ൻ്റെ മാർക്കല്ലേ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ +2ൻ്റെ മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് വേണം, 60% കൂടുതലുണ്ട് എന്ന് തെളിയിക്കാനായിട്ട്. പിന്നെ അടുത്തത് പറയുന്നത് ഡിക്ലറേഷൻ ഫ്രം കോളേജ് ആണ്, കോളേജിൽ നിന്നുള്ള ഡിക്ലറേഷൻ. അപ്പോൾ ഈ കോളേജിൽ നിന്നുള്ള ഡിക്ലറേഷൻ എന്താണ്, അതിൻ്റെ ഫോമാറ്റ് എന്താണെന്നുള്ളത് ആ ഒരു സാമ്പിൾ ഡോക്യുമെൻറ്റിൽ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാമ്പിൾ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോമാറ്റ് ആ ഒരു സാമ്പിൾ ഡോക്യുമെൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക കൊടുത്തിട്ടുണ്ടോ എന്ന്. ഉണ്ട് എങ്കിൽ ആ ഫോമാറ്റ് എടുത്ത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് കോളേജിൽ നിങ്ങൾക്കത് ഫില്ല് ചെയ്ത് വാങ്ങാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജ് ഓഫീസിൽ നിന്ന് അതിൻ്റെ ഒരു ഫോമാറ്റ് ഓൾറെഡി അവരവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫോമാറ്റ് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്. ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതുണ്ട് എങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകാം കേട്ടോ. എൻ്റെ പ്രിൻസിപ്പൽ അത് നിങ്ങൾക്ക് സൈൻ ചെയ്ത് ആ ഒരു ഡിക്ലറേഷൻ ഫോം തരുന്നതായിരിക്കും. നിങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഡിക്ലറേഷൻ ഫോമാണ്. അടുത്തത് വേണ്ടത് കോളേജ് ID ആണ്. അപ്പോൾ കോളേജ് ID കാർഡ് നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കോളേജ് ID കിട്ടും. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കോളേജ് ID ടാഗ് പോലെയുള്ളത് കിട്ടിയിട്ടില്ലെങ്കിലും ടെമ്പററി ആയിട്ടുള്ള ഒരു ID കാർഡ്, ഇപ്പോൾ ലൈബ്രറിയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി ID കാർഡ് എങ്കിലും കിട്ടുന്നതായിരിക്കും. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനാണെന്ന് ഓഫീസിൽ പറഞ്ഞാൽ മതി, നിങ്ങൾക്കത് കിട്ടുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ സെൽഫ് അണ്ടർടേക്കിംഗ്, അതായത് നമ്മൾ സ്വമനസാലെ നമ്മുടെ സ്വയമേ ഉള്ള ഒരു അണ്ടർടേക്കിംഗ് വേണം. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റും ആ സാമ്പിൾ ഡോക്യുമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സെൽഫ് അണ്ടർടേക്കിംഗ് എടുക്കേണ്ടതെന്നുള്ളത് സാമ്പിൾ ഡോക്യുമെൻറ്റിലുണ്ട്. ഇനി അടുത്ത വേണ്ട ECS ഫോമാണ്. എന്താണ് ഈ ECS ഫോം എന്നുള്ളതിൻ്റെ സാമ്പിൾ ഡോക്യുമെൻ്റ് ഫോമാറ്റ് അതിൽ സാമ്പിൾ ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നോക്കി നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങളുടെ കൈവശം സെറ്റാക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കാൻ. അടുത്തത് പറയുന്ന പാൻ കാർഡാണ്. അപ്പോൾ നിങ്ങൾ പാൻ കാർഡും കരുതി വെക്കുക. പാൻ കാർഡ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ തന്നെ അപ്ലൈ ചെയ്യുക, പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ PG ആണ് എങ്കിൽ നിങ്ങൾക്ക് UGയുടെ ഗ്രാജുവേഷൻ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റും കൂടി വേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ PGക്ക് പഠിക്കുന്നവരാണ്, ഇപ്പോൾ ജിയോ ഫിസിക്സ് MBA ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ UGയുടെ മാർക്ക് ഷീറ്റും കൂടി വേണ്ടതാണ്, ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും കൂടി വേണ്ടതാണ്.
അടുത്തത് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് ആരാണോ അവർക്ക് സ്വന്തം പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. അപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം എന്ന് അവിടെ നിർബന്ധമായും പറയുന്നുണ്ട്. അതായത് സീറോ ബാലൻസ് ഉള്ള അക്കൗണ്ട് ഒന്നും ആവരുത്, അല്ലെങ്കിൽ മൈനറിൻ്റെ അക്കൗണ്ട് ഒന്നും ആവരുത്, അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ അത് റിജക്റ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളവരായിരിക്കണം. ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതായിരിക്കും എപ്പോഴും സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാനായിട്ട് നല്ലത്. ഇനി അടുത്തത് പറയുന്നത് ഗൈഡ് ലൈൻ ഓൺ കോളേജ് ആണ്. അതായത് അവിടെ കോളേജിൻ്റെ ലിസ്റ്റസ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ കോളേജസിനാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങളുടെ കോളേജ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കി ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. കോളേജസ് എന്ന് പറഞ്ഞ ഗ്രീൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഒട്ടുമിക്ക കോളേജസ് ഒക്കെ ഉണ്ടാകും. അടുത്തത് ഡൗൺലോഡ് ദ ഡിക്ലറേഷൻ ഫ്രം കോളേജ് ആണ്. അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ബട്ടണിൽ. അപ്പോൾ ഓൾറെഡി നമുക്ക് കോളേജിൽ നിന്ന് കിട്ടേണ്ട ഡിക്ലറേഷൻ്റെ ഫോർമാറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കോളേജിൽ ഹാജരാക്കി ഫില്ല് ചെയ്ത് സൈൻ സീലൊക്കെ വെച്ച് എന്താണോ പറയുന്നത് അത് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. അതിൻ്റെ താഴെ അണ്ടർടേക്കിംഗ് ഫോം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് അണ്ടർടേക്കിംഗ് നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അണ്ടർടേക്കിംഗ് ഫോമിൻ്റെ ഫോർമാറ്റും അവിടെ ഗ്രീൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുക. ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുക കേട്ടോ. താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരു ബോക്സിൽ ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഗൈഡ് ലൈൻസ് ഫോർ രജിസ്ട്രേഷൻ, അതായത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഈ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എന്നാണ്. അപ്പോൾ ഇത്രയും വായിച്ച് നിങ്ങൾ ക്ലിയർ ആയതിനു ശേഷം അതിൽ ടിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാറ്റഗറി ഏതാണോ അതിനുശേഷം നോക്കി നിങ്ങൾ അത് വായിച്ച് അതിൻ്റെ ഡിക്ലറേഷൻ വായിച്ച് എല്ലാം വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയാക്കി റെഡിയാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുക. ഓരോ കാറ്റഗറി താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ONGC കാറ്റഗറി 4 അല്ലെങ്കിൽ ONGC സ്കോളർഷിപ്പ് ഫോർ ജനറൽ കാറ്റഗറി, PGക്ക് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ UGക്ക് വേണ്ടിയിട്ടുള്ള OBC കാറ്റഗറിയുടെ, അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ കാറ്റഗറി ഏതാണോ വരുന്നത്, നിങ്ങളുടെ കോഴ്സ് ഏതാണോ വരുന്നത്, UG ആണോ PG ആണോ നോക്കുക. അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറിയും കോഴ്സും വരുന്നത് ഏതാണോ അത് കറക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഗൈഡ് ലൈൻസും ഡോക്യുമെൻറ്റും വേണ്ടത് ഏതാണെന്ന് നോക്കി വായിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുക. അപ്പോൾ ഓരോന്ന് കാറ്റഗറി ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏതിലാണോ വരുന്നത് അത് നോക്കി അപ്ലൈ ചെയ്യുക. ഇത്രയും വായിച്ചിട്ട് നിങ്ങൾ ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് എന്നുള്ളത് ടിക്ക് ചെയ്യുക, ഗ്രീൻ ആയിട്ടുള്ളത് ടിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലൈ എന്നും പറഞ്ഞ് അതിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ബട്ടൺ. അപ്പോൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം വരും. അപ്പോൾ അതിൽ 5 സ്റ്റെപ്പുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ബേസിക് ഇൻഫോർമേഷൻ, പിന്നീട് അഡ്രസ്സ്, അതിനുശേഷം ക്വാളിഫിക്കേഷൻസ്, പിന്നീട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ അസിസ്റ്റൻസ് കാര്യങ്ങൾ, ദെൻ അതിനുശേഷം ബാങ്ക് ഡീറ്റെയിൽസ്, അങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഒരു ബേസിക് ഇൻഫോർമേഷൻ എന്നുള്ളതിൽ നിങ്ങളുടെ ആപ്ലിക്കൻറ്റിൻ്റെ നിങ്ങളുടെ പേര് എഴുതുക, അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റിലുള്ള നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങളുടെ ജെൻഡർ എഴുതുക കറക്റ്റായിട്ട്, മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ ഉണ്ട് എങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുത്ത് എഴുതുക, ജെൻഡർ എഴുതുക, കാറ്റഗറി ഏതാണെന്ന് എഴുതുക, നിങ്ങൾ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ ആണ്, പിന്നെ അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക, ഫാദറിൻ്റെ ഗാർഡിയനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുക, ഒക്യുപ്പേഷൻ ഏതാണെന്ന് കൊടുക്കുക, ആനുവൽ ഇൻകം കറക്റ്റായിട്ട് അവിടെ ഇൻകം സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് കാണിക്കാൻ സാധിക്കില്ല കാരണം കറക്റ്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തിട്ട് അടുത്ത അഡ്രസ്സ് ഫില്ല് ചെയ്യുക, ക്വാളിഫിക്കേഷൻസ് പറയുക കറക്റ്റായിട്ട്, ബാങ്ക് ഡീറ്റെയിൽസ് വരെയുള്ളത് 5 സ്റ്റെപ്പ് നിങ്ങൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്തായി എന്നൊന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ആ ഓൾറെഡി രജിസ്റ്റേർഡ് എന്നും പറഞ്ഞ് അപ്ലൈ സ്കോളർഷിപ്പിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ടാബ് കാണാം, ഒരു ഓറഞ്ച് ബട്ടണായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഓൾറെഡി രജിസ്റ്റേർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി രജിസ്റ്റേർഡ് ചെയ്തവർക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഒരു സ്കോളർഷിപ്പിൻ്റെ അക്നോളജ്മെൻറ്റ് നമ്പർ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ കിട്ടും. അപ്പോൾ ആ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ONGC സ്കോളർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. MBBS, BTech അല്ലെങ്കിൽ MBA, ജിയോ ഫിസിക്സ്, ജിയോളജിയിലൊക്കെ PG ചെയ്യുന്നവർക്കുമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. ഒക്ടോബർ 10 ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് നിങ്ങൾ അതിനുശേഷമാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സൈറ്റ് എടുത്ത് നോക്കുക. അപ്പോൾ ഒക്ടോബർ 10 കഴിഞ്ഞിട്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുക. കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പും അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷണൽ ലീഗൽ ഇൻഫോർമേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആദ്യം തന്നെ ചാനലിൽ ഇടുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.